ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2013 മാർച്ച് മാസം 11-ാം തീയതി ലണ്ടൻ ടവറിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിനാണ്. ലണ്ടൻ ടവറിനകത്ത് കോഹിനൂർ രത്നം തുടങ്ങി രത്നങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. നൂറുകണക്കിന് കിരീടങ്ങൾ സ്വർണത്താലും രത്നത്താലും നിർമ്മിതമായത്, അതൊക്കെ ഒരു കാലത്ത് ധരിച്ചുകൊണ്ട് ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ രാജ്ഞിമാരെയൊക്കെ ഓർക്കുവാനുള്ള ചരിത്രവും പേറി ലണ്ടൻ ടവർ നിൽക്കുകയാണ്. 1-2 കിലോ അല്ല, 100 കണക്കിന് കിലോ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങൾ, ഉപകരണങ്ങൾ, വീഞ്ഞു കുടിക്കുവാനുള്ള വലിയ വലിയ പാത്രങ്ങൾ ഒക്കെ ഇവിടെ ദൃശ്യമാണ്. അവയൊക്കെ ഉപയോഗിച്ചവർ, അതിൽ മഹത്വം കണ്ടെത്തിയവർ ഇന്നില്ല. അവർ മരിച്ച് മൺമറഞ്ഞു പോയി. എന്നാൽ യേശു കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട്. 1500 മൈൽ നീളമുള്ള, 1500 മൈൽ ഉയരമുള്ള, 1500 മൈൽ വീതിയുള്ള പുതിയ യെരൂശലേമിൻ്റെ മതിലുകളിൽ രത്നക്കല്ലുകളാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അതിന് 12 ഗോപുരങ്ങളാണുള്ളത്. അത് മുത്തുകളാലാണ് നിർമ്മിതമായിരിക്കുന്നത്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. യോഹന്നാൻ 14:1 വാക്യങ്ങൾ. പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ, പ്രവചനങ്ങൾ വെളിപ്പാട് പുസ്തകം 21-22 അധ്യായങ്ങളിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. കർത്താവ് ഒരുക്കുന്ന ആ വലിയ കൊട്ടാരത്തിൽ രത്നനിർമ്മിതമായ സ്വർണ്ണവീഥികളുള്ള, മുത്തുകളാൽ ഗോപുരങ്ങളുള്ള ആ കൊട്ടാരത്തിൽ തൻ്റെ വിശുദ്ധന്മാരുണ്ടാകും. ഈ ലണ്ടൻ ടവറിൽ ഞാൻ അനവധി കിരീടങ്ങൾ കണ്ടു. സ്വർണ്ണ കിരീടങ്ങൾ, രത്നങ്ങൾ പതിച്ച കിരീടങ്ങൾ, രാജാക്കന്മാർ രാജ്ഞിമാരൊക്കെ ധരിച്ച കിരീടങ്ങൾ, കോഹിനൂർ രത്നം പതിച്ച കിരീടങ്ങൾ. പക്ഷേ അവയൊക്കെ ധരിച്ചവർ ഇന്ന് ഈ ഭൂമിയിലില്ല. അവരൊക്കെ മരിച്ചുപോയി. ഇനി അവർക്ക് ആ കിരീടം ധരിക്കുവാൻ സാധിക്കുകയുമില്ല. എന്നാൽ എൻ്റെ യേശു പണിയുന്നതായിട്ടുള്ള പുതിയ യെരൂശലേമിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോട് ജീവിക്കുന്ന സകല ഭക്തന്മാരും ഉണ്ടാകും. അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും, ജീവനോടെ ഇരിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെടുത്തും. പ്രിയ സ്നേഹിത, ഈ നല്ല കർത്താവിനെ, ഈ മഹാരാജാവിനെ, യേശുവിനെ നിന്റെ രക്ഷിതാവായി സ്വീകരിക്കുക. നിനക്ക് സമാധാനം ലഭിക്കും. ഒരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു ഗോപാലകൃഷ്ണനായിരുന്ന എനിക്ക് 38 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവിനെ കണ്ടെത്തുവാനായി കഴിഞ്ഞു. അതിൻ്റെ അനുഗ്രഹങ്ങൾ, നന്മകൾ ശാരീരികമായി, മാനസികമായി, ആത്മീകമായി, ദാമ്പത്തികമായി, സാമ്പത്തികമായി എല്ലാ തലങ്ങളിലും എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. ഈ യേശു താങ്കളെയും അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.